കിഴക്കേക്കല്ലട ചിറ്റുമല സെന്റ് ജോസഫ് ഇന്റർനാഷണൽ സ്കൂളിന്റെ 19ാമത് വാർഷികാഘോഷം നടന്നു. പ്രശസ്ത സിനിമാ സംവിധായകൻ അഖിൽ മാരാർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. തൻ്റെ ബിസിനസ് കാഴ്ചപ്പാടുകൾ മാറ്റിവെച്ചുകൊണ്ട് അത് വിദ്യാഭ്യാസത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ച അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൽ എനിക്കൊപ്പം പങ്കെടുക്കുന്ന സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട അധികൃതരെ ഞാൻ ഓരോരുത്തരെയും പേര് വായിച്ചാൽ നീണ്ടുപോയി ആരെങ്കിലും വിട്ടുപോകും. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ റോജിൻ തോമസ്, അദ്ദേഹം ഒരു സുഹൃത്തെന്ന നിലയിൽ ഉപരി എന്നെ സംബന്ധിച്ചൊരു ജ്യേഷ്ഠ സഹോദരൻ കൂടിയാണ്. 2010 ഞാൻ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാത്രകളിൽ ഒരു തിരക്കഥയൊക്കെ എഴുതി പലരെയും വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടി നടന്ന സമയത്ത് പലരും പരിഹസിക്കുകയും പുച്ഛിക്കുകയും ഒക്കെ ചെയ്തിരുന്നൊരു സമയത്ത്, അല്ലെങ്കിൽ പഴയൊരു ശ്രീനിവാസൻ്റെ സിനിമയിലെ പോലെ തിരക്കഥ വേണോ തിരക്കഥ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മളെ കളിയാക്കിക്കൊണ്ടിരുന്നൊരു സമയത്ത് അന്ന് വോഡാഫോൺ കോമഡി സ്റ്റാർസിൽ ശ്രദ്ധിക്കപ്പെട്ടു നിന്ന ഒരു ചലച്ചിത്ര ഷോയിലെ താരം അന്ന് നമ്മുടെ കഥ കേൾക്കുകയും ഞങ്ങൾ അന്ന് മുതൽ തുടങ്ങിയൊരു സൗഹൃദമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ സിനിമയിൽ അദ്ദേഹത്തിന് നല്ലൊരു വേഷവും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന പ്രിയപ്പെട്ട റോജനാണ് സ്കൂളിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ചത്. അപ്പോൾ റോജേട്ടൻ വിളിച്ചതുകൊണ്ട് തന്നെ ഒഴിവാക്കാൻ പറ്റില്ല. പൊതുവേ ഞാൻ സ്കൂളുകളിലെ പരിപാടികൾ അധികം പോകാറില്ലായിരുന്നു. കാര്യം മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ നമ്മുടെ നേരത്തെ ഇച്ചിരി പുകഴ്ത്തി പറഞ്ഞ നമ്മുടെ ഡോക്ടർ ജോസഫ് സാറിൻ്റെ പ്രസംഗമൊക്കെ കേട്ട് ഞാനൊന്ന് മയങ്ങി വരികയായിരുന്നു. അപ്പോൾ ആ മയക്കത്തിൽ നിന്ന് എന്നെ പെട്ടെന്ന് ഉണർത്തിയ ഒരു മികച്ച കുട്ടികളുടെ ഡാൻസ് ഞാൻ പിന്നെ കണ്ടു. എൻ്റെ മക്കളും മൂത്താൾക്ക് 9 വയസ്സ്, ഇളയാൾക്ക് 7 വയസ്സ്. അപ്പോൾ ഇളയാൾ പ്രാർത്ഥനയുടെ ഒക്കെ മുഖഷയിപ്പുള്ള കുറേ കൊച്ചുകുട്ടികൾ, കുറേ മാലാഖമാർ എന്നൊക്കെ പറയാം. അപ്പോൾ അവരുടെ ഡാൻസ് കണ്ട് ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും ഒരേ സമയം ഞാൻ ദുഃഖിക്കുകയും ചെയ്തു. കാരണം ഞാൻ ഇതുവരെയും എൻ്റെ മക്കളുടെ ഒരു പരിപാടികൾ കാണാനും ഞാൻ ഒരു സ്ഥലത്തും പോയിട്ടില്ല. ഇപ്പോൾ റീസെൻ്റായിട്ട് ഫ്ലാറ്റിൽ അസോസിയേഷൻ്റെ ന്യൂ ഇയർ ആഘോഷത്തിനും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വിളിച്ചപ്പോഴും എനിക്ക് പൊതുവേ ഇങ്ങനെ ഈ ആൾക്കൂട്ടത്തിൽ പോയി ഇങ്ങനെ ഇരിക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കുറേ കാലങ്ങളായിട്ട് തുടങ്ങിയതാണ്. എവിടെ കൊണ്ടോ സമൂഹത്തിൽ കുറേ ഞാൻ ഒറ്റപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒറ്റപ്പെടൽ ആസ്വദിക്കാൻ തുടങ്ങിയതുകൊണ്ടാകാം, അല്ലെങ്കിൽ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസിൽ 100 ദിവസം മൊബൈൽ ഫോണും ഒന്നുമില്ലാതെ നിന്നപ്പോഴത്തേക്കും ആരുമില്ലെങ്കിലും വെറുതെ കുറേ സമയം ഇരുന്ന് ചിലവഴിക്കാനൊക്കെ ശീലിച്ചത് കൊണ്ടും ആവാം. ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് സമയം ഒരിടത്ത് പോയിട്ട് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. പിന്നെ മക്കളെ ഞാൻ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നത് കൊണ്ട് ആ സ്കൂളിൽ പോയി വെറുതെ ഇരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടായിരുന്നു അവിടുത്തെ ആനുവൽ ഡേക്ക് വിളിച്ചപ്പോഴൊന്നും ഞാൻ സത്യത്തിൽ പോകാതിരുന്നത്. പക്ഷേ അത് കണ്ടപ്പം ഒരേ സമയം സന്തോഷവും, മറ്റേത് അവരുടെ അച്ഛൻ എന്ന നിലയിൽ അവരുടെ പ്രകടനം ഞാനിരുന്ന് കണ്ടില്ലല്ലോ എന്നൊരു വിഷമവും എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. ഇനി ഈ ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വിദ്യാഭ്യാസം ഈ സ്കൂളിനെന്നല്ല ഏതൊരു സ്കൂളിനും നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 2 കാര്യങ്ങളാണ്. ഒന്ന് ഭാഷയും, 2 സംസ്കാരവും. ഞാൻ പഠിച്ചത് സാധാ മലയാളം മീഡിയം സ്കൂളിലാണ്. അതുകൊണ്ട് അത്ര മനോഹരമായിട്ട് ഇംഗ്ലീഷൊന്നും സംസാരിക്കാൻ ഞാൻ ഇപ്പോഴും പ്രാപ്തനല്ല. അത്യാവശ്യം പുറത്തൊക്കെ രാജ്യത്തൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക്. പക്ഷേ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം ഇതുപോലുള്ള സ്കൂളുകളിൽ നിന്ന് നിങ്ങൾക്കിന്ന് ഈ രാജ്യത്തിൻ്റെ ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും നിങ്ങൾ മിടുക്കരാണെങ്കിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നിങ്ങളുടെ ലാംഗ്വേജാണ്. അത് സമ്മാനിക്കാൻ നിങ്ങളുടെ സ്കൂളിന് കഴിഞ്ഞു. 2 സംസ്കാരമാണ്. അല്ലാതെ ഈ പാഠപുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്നതൊക്കെ കാണാതെ പഠിച്ച് മാർക്ക് മേടിച്ച് ക്ലാസ്സിൽ ഫസ്റ്റായ സിസ്റ്റത്തോടൊന്നും എനിക്ക് തീരെ യോജിപ്പില്ല. ദയവ് ചെയ്ത് അധ്യാപകരും രക്ഷകർത്താക്കളുമൊക്കെ എന്നോട് ക്ഷമിക്കണം. ഞാനിത് പറയുന്നത് പഠിക്കാത്ത ഒരു പയ്യനായതുകൊണ്ടല്ല, സ്കൂളിൽ ഫസ്റ്റ് റാങ്കിൽ പാസ്സായ ഒരു പയ്യനായതുകൊണ്ടാണ് ഈ പറയുന്നത്. SLCക്ക് എൻ്റെ സ്കൂളിലെ ടോപ്പറായി തന്നെയാണ് ഞാൻ പാസ്സായത്. പക്ഷേ വിദ്യാഭ്യാസം എന്നത് സാവിദ്യ യാ വിമുക്ത എന്നാണ്. എഡ്യൂക്കേഷൻ, എഡ്യൂസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് ഡെറിവ് ചെയ്തു എന്ന് പറയുന്നു. ടു ഡ്രാ ഔട്ട് എന്നാണ് എഡ്യൂസിൻ്റെ അർത്ഥം. പുറത്തു കൊണ്ടുവരിക. ഓരോ കുട്ടികളെയും അവരെ തിരിച്ചറിഞ്ഞ് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നതാവണം യഥാർത്ഥ വിദ്യാഭ്യാസം. വലിയവിള ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫൗണ്ടർ ആൻഡ് MD ഡോക്ടർ ജോസഫ് ഡി ഫെർണാണ്ടസ് അധ്യക്ഷത വഹിച്ചു. I think you may be wondering what are the new things that is going to happen next year. There are 3 things we are going to do new. One is we are going to make sure that we have a 3rd floor for the school. So when you come next year, next big school year beginning in June, the front of the school will look different and the whole space will be much more. We are building about 13 or 15 rooms on the 3rd floor. So the whole school will look totally different when you come back the beginning of the school year. The second new thing that I want to talk to you is this. I have decided to work extra hard
to bring here a high school that is a senior secondary high school with 11 and 12 here. We are in the process and it's almost ready. So next year, second thing is that we will have +1 and +2, and this will be a senior secondary school. Thank you. So the school will look different and we'll have a senior secondary school here. The third thing I want to say is, what we are going to do is, today I am announcing that സിനിമാ താരം റോജിൻ തോമസ് സ്കൂൾ മാഗസീൻ പ്രകാശനം ചെയ്തു. അങ്ങനെയൊന്നും അമേരിക്കയിൽ ചെന്നാൽ ആരും മലയാളികൾ ആരെയും പരസ്പരം സഹായിക്കാറോ മൈൻഡ് ചെയ്യാറോ ഒന്നുമില്ല. വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ, ശനി ഞായറും ആയിരിക്കും പ്രത്യേകിച്ചും പ്രോഗ്രാമുകൾ നടക്കാറ്. ബാക്കി ദിവസങ്ങളിൽ സ്പോൺസേഴ്സിൻ്റെ ഏതെങ്കിലും ഹോട്ടലുകളിൽ വെറുതെ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ് പതിവ്. എല്ലാ ആർട്ടിസ്റ്റുകളുടെ അവസ്ഥ അങ്ങനെ ആയിരിക്കും. വലിയ സെലിബ്രിറ്റികളെ ഒരുപക്ഷെ ചിലപ്പോൾ ആരെങ്കിലും വന്ന് വിളിച്ച് വീട്ടിലേക്കൊക്കെ വിരുന്നിന് കൊണ്ടുപോകും. അത്ര കണ്ട് പ്രശസ്തനല്ലാത്ത എന്നെ തേടിയെത്തുകയും സാറിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ഒരു ദിവസം 2 ദിവസം ഇവിടെ താമസിച്ചു. പിന്നീട് ഒരു പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടും ഞങ്ങൾ ഒരുമിച്ച് അമേരിക്ക യാത്ര ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. അന്ന് മുതൽ ഇങ്ങോട്ട് ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം സാറിൻ്റെ യശസ്സിനൊപ്പം വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അത്ര ബന്ധമുള്ളപ്പോൾ പോലും എൻ്റെ മൂത്ത കുട്ടിയെ ഞാൻ ഈ സ്കൂളിലായിരുന്നില്ല പഠിപ്പിച്ചത്. അത് മറ്റൊരു ബന്ധത്തിൻ്റെ പേരിൽ തൊട്ടടുത്ത വേറൊരു സ്കൂളിലായിരുന്നു പഠിപ്പിച്ചത്. രണ്ടാമത്തെ കുട്ടിയെ ഇവിടെ വിടാനുള്ള ഭാഗ്യമുണ്ടായി. ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ വളരെയേറെ സന്തോഷത്തോടും അഭിമാനത്തോടും പറയട്ടെ, നന്നായി പഠന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന അധ്യാപകർ, പ്രത്യേകിച്ച് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അധ്യാപകർ, ഇവിടുത്തെ ഓരോ വ്യക്തികളും, ഓഫീസിലിരിക്കുന്ന രാജേശ്വരി എൻ്റെ ക്ലാസ്മേറ്റാണ്. എന്ത് ആവശ്യമുണ്ടെങ്കിലും വിളിച്ചാലും പറഞ്ഞാലും നമുക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വലിയ ക്യാമ്പസ്. പ്രത്യേകിച്ച് പറയുന്നത്, വീട്ടിൽ രാവിലെ വണ്ടിയിൽ പിക്ക് ചെയ്യാൻ വരുന്ന വിഷ്ണു, ഇവിടെ ഓമനക്കുട്ടനെ, അവരൊക്കെ എന്നോട് പഠിച്ചാണ്, ഓമനക്കുട്ടൻ എന്നോട് പഠിച്ചാണ്. പക്ഷേ വിഷ്ണു ആണ് എൻ്റെ മോൻ്റെ വാഹനത്തിൻ്റെ സാരഥി. എല്ലാ ദിവസവും ചിരിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളോട് വളരെ പ്ലസൻ്റായിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ വലിയ സുരക്ഷിതത്വമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഓരോരുത്തരും, ഞാൻ ആരുടെയും പേരെടുത്ത് പറഞ്ഞാലും പ്രത്യേകിച്ചും ടീച്ചർമാരുമായിട്ടും ഒക്കെ നമുക്ക് ആവശ്യമുണ്ടപ്പോൾ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. സ്മിത പറഞ്ഞു വരുമ്പോൾ എൻ്റെ കസിൻ സിസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ, അതുപോലെ ഷിബു വടക്കടത്ത്, ഈ സ്കൂളിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഷിബു എൻ്റെ ക്ലാസ്മേറ്റാണ്. അതുപോലെ പ്രിയപ്പെട്ട ഫാദർ സോളു അച്ഛനൊരു സന്ധ്യ നമസ്കാരമുണ്ട്, അതിന് പോയിരിക്കുകയാണ്, വരും എന്നാണ് അറിയിച്ചത്. എന്ന് തന്നെയായാലും വളരെ സന്തോഷം. ഫാദർ സോളു കോശി രാജു, വലിയവിള ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സെക്രട്ടറി സ്മിത രാജൻ, സെന്റ് ജോസഫ് ഹോംസ് ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റ് ഷിബു വടക്കടത്ത്, കല്ലട വിജയൻ, സ്കൂൾ പ്രിൻസിപ്പൽ സുമി ജി ഉണ്ണി, വൈസ് പ്രിൻസിപ്പൽ ഷീജ വി ടി, ഹെഡ് ഗേൾ പൂജ പ്രകാശ്, ഹെഡ് ബോയ് ദേവനന്ദൻ ആർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സ്കൂൾ കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ഡെസ്ക്, കേരള പ്രൈം ടുഡേ.